Welcome to the new chapter of EC Learning, powered by Elegant Central. കുട്ടികളെ, ഇന്ന് ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ കാസ്കെറ്റ്സ് ഓഫ് ലൈഫ് എന്ന പാഠഭാഗത്തിലെ പാർട്ട് 2 ഭാഗമാണ്. അതിലെടുക്കുന്ന 2 ടോപ്പിക്സാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ആൻഡ് ഇൻസൈഡ് ദ സെൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ ഓർഗാനിസംസ് എന്താണെന്നും മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ സെൽസ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ഇവയൊക്കെ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലും സെല്ലിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പലതരം കോശങ്ങളും അതുപോലെ തന്നെ കോശത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന എന്തൊക്കെ പാർട്സാണ്, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. നമ്മുടെ ശരീരത്തിൽ കുറേ കോശങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എല്ലാ കോശങ്ങളും ഒരുപോലെയാണോ? അല്ല. എല്ലാ കോശങ്ങളുടെയും ആകൃതിക്കും സ്ട്രക്ചറിനും ഷേപ്പിനും വ്യത്യാസമുണ്ട്. എല്ലാ കോശങ്ങളും വ്യത്യസ്തമാണ്. അവയുടെ ഫങ്ഷൻസും വ്യത്യസ്തമാണ്. അവയുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഏതൊക്കെ സെല്ലുകളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ളത്? പലതരം സെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? ബ്ലഡ് സെൽസ് ഉണ്ട്, ചീക്ക് സെല്ലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മസിൽ സെൽസ് ഉണ്ട്, ന്യൂറോൺ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺ സെല്ലുണ്ട്. അതുപോലെ വ്യത്യസ്ത ആകൃതിയിലുള്ള സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ കുറേ അധികം വളരെ കോടാനുകോടി സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ തന്നെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഞാൻ ചില പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നമ്മൾ നോട്ട് പുസ്തകത്തിൽ വരച്ചെടുത്തിട്ട് പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും, പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. അപ്പോൾ ആദ്യത്തെ പിക്ചർ ആണ് ബ്ലഡ് കോർപ്പസൽസ്, അതായത് ബ്ലഡ് സെൽസ്. ഇതാണ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ആണ് എപ്പിത്തീലിയൽ സെൽ ഓഫ് എ ചീക്ക്, അതായത് നമ്മുടെ കവിളിലത്തെ കോശം. അതാണ് എപ്പിത്തീലിയൽ സെൽ ഓഫ് എ ചീക്ക്. നെക്സ്റ്റ് നമ്മുടെ മസിലിൽ കാണുന്ന മസിൽ സെൽ. കണ്ട, എല്ലാ സെല്ലുകളും ഇപ്പം നിങ്ങൾ 3 സെല്ല് കണ്ട, അതിലെല്ലാം ആകൃതിക്കും ഷേപ്പിനൊക്കെ വ്യത്യാസമുണ്ടല്ലേ? നെക്സ്റ്റ് സെല്ലാണ് ന്യൂറോൺ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന സെല്ലാണ് ന്യൂറോൺ. ഈ 4 സെല്ലുകളുടെ പിക്ചേഴ്സും നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ചെടുത്തിട്ട് അത് വരച്ച് പഠിക്കണം. ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും, വരയ്ക്കാൻ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സെല്ലുകൾ കണ്ടു. ഈ സെല്ലുകൾക്കെല്ലാം വ്യത്യസ്ത ആകൃതിയാണ്, ഷേപ്പാണെന്ന് കണ്ടു. എല്ലാത്തിനും ഒരേ ആകൃതിയല്ല ഉള്ളത്. അടുത്തത് ഈ സെല്ലിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ആണ് ഇൻസൈഡ് ദ സെൽ. നമുക്ക് ഫസ്റ്റ് ഒരു അനിമൽ സെല്ല് നോക്കാം. ഒരു അനിമലിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ, ഒരു മൃഗത്തിൻ്റെ സെൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു അനിമൽ സെൽ സ്ട്രക്ചർ. ഇതിലെന്തൊക്കെയാണ്? ഇതൊരു സെല്ലാണ്. ഈ സെല്ലിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ.
ഫസ്റ്റ് ആണ് സെൽ മെംബ്രെയിൻ. എന്താണ് സെൽ മെംബ്രെയിൻ? നിങ്ങൾക്ക് അനിമൽ സെല്ല് അടയാളപ്പെടുത്തിയിരിക്കുന്നതിന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സെൽ മെംബ്രെയിൻ എന്താണ്? അതായത് ഈ സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ സെൽ മെംബ്രെയിൻ. കണ്ടില്ലേ? അതായത് കവറിങ് ഓഫ് ദി സെൽ ആണ് സെൽ മെംബ്രെയിൻ. സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ആവരണം, അതാണ് സെൽ മെംബ്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സൈറ്റോപ്ലാസം. എന്താണ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്താ? ഇവിടെ എന്താ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് അല്ലേ? എന്താണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ദ മെട്രിക്സ് ഫിൽഡ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് അഥവാ ഒരു മെട്രിക്സ്, ഒരു ദ്രാവകമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ആവരണമാണ്, ദ കവറിങ് ഓഫ് സെല്ലാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലിൻ്റെ പാർട്ട്. ഏതാണ്? ന്യൂക്ലിയസ്. എന്താണ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. ഇറ്റ് കൺട്രോൾസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. ന്യൂക്ലിയസ് എന്താണെന്നാ പറഞ്ഞേ? ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ ആൻഡ് ഇറ്റ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. അതായത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ മലയാളത്തിലുള്ള പേരാണ് മർമ്മം. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. അതായത് ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. ഓക്കെ, ഇറ്റ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. അതായത് സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എക്സെട്ര ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സെൽ. Okay, nucleus is the center of the cell. Cell membrane is the covering of the cell. Then the matrix filled inside the cell membrane is the cytoplasm. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം. അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, കോശസ്തരം എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ എന്നിവ ചില പ്രധാനപ്പെട്ട കോശഭാഗങ്ങളാണ്. ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സെൽ. ഓക്കെ, പാർട്സ് ഓഫ് എ സെൽ. ഓക്കെ, കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. അതായത് ന്യൂക്ലിയസ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. അതായത് സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിങ് ഓഫ് ദ സെൽ. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് ദ സൈറ്റോപ്ലാസം. അതായത് കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അതായത് കോശസ്തരത്തിന്, അതായത് സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലെ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ആണ് സൈറ്റോപ്ലാസം. അപ്പം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു സെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അവ എന്താണെന്ന്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതുക പാർട്സ് ഓഫ് ദി സെൽ എന്ന് എഴുതിയിട്ട് ഈ അനിമൽ സ്ട്രക്ചർ, ആദ്യം സ്ട്രക്ചർ വരയ്ക്കുക. അനിമൽ സെല്ലിൻ്റെ സ്ട്രക്ചർ ഓഫ് ആൻ അനിമൽ സെൽ എന്ന് പറഞ്ഞിട്ട് അനിമൽ സെല്ലിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് പാർട്സ് ഒക്കെ അടയാളപ്പെടുത്തുക. എന്നിട്ട് പാർട്സ് ഓഫ് ദി സെൽ എന്ന് എഴുതിയിട്ട് സെൽ മെംബ്രെയിൻ അത് എന്താണെന്ന് എഴുതുക, സൈറ്റോപ്ലാസം,
the matrix filled inside the cell membrane. Then nucleus is the center of the cell and it controls all the activities of the cell. അതുപോലെ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ കവറിങ് ഓഫ് ദി സെൽ. ഇതെല്ലാം ശരിക്കും ഇതുപോലെ കോളൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് വൈറ്റ് കോർപ്പസിൽ. ഇതാണ് വൈറ്റ് കോർപ്പസിൽ, അതായത് വെളുത്ത രക്തകോശം. അതായത് ഏത് സെല്ലെടുത്താലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെൽ മെമ്പറൈൻ ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഏത് സെല്ലെടുത്താലും അതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്നാൽ എല്ലാത്തിൻ്റെയും എന്താ പറയുക, ആകൃതിക്കും ഷേപ്പിനൊക്കെ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ വൈറ്റ് കോർപ്പസലിൻ്റെ ഒരു സെൽ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് വരയ്ക്ക് ഇതുപോലെ തന്നെ, അതായത് വലിപ്പത്തിനുള്ള വ്യത്യാസം, ന്യൂക്ലിയസിൻ്റെ വലിപ്പത്തിനുള്ള വ്യത്യാസം എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കാം. നെക്സ്റ്റ് വരയ്ക്കുക ചീക്ക് സെല്ലിൻ്റെ. ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് വരും കേട്ടോ. ചീക്ക് സെല്ലിൻ്റെ വരയ്ക്കാം. ഓക്കെ, സെൽ മെമ്പറൈൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് സെല്ലുകളും നിങ്ങളൊന്ന് നോക്കുക. ഈ രണ്ട് സെല്ലിലും എന്താണ് സിമിലർ ആയിട്ട് കാണുന്നത്, എന്താണ് ഒരേപോലെ കാണുന്നത്, എന്തൊക്കെയാണ്? രണ്ടിനും സെൽ മെമ്പറൈൻ ഉണ്ട്, രണ്ടിനും സൈറ്റോപ്ലാസം ഉണ്ട്, രണ്ടിനും ന്യൂക്ലിയസ് ഉണ്ട്. ഇത് മൂന്നും ഈ രണ്ട് സെല്ലുകൾക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അല്ലേ? എന്താണ് ഇത് രണ്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്തു. ചീക്ക് സെല്ലും ഒബ്സർവ് ചെയ്തു, വൈറ്റ് കോർപ്പസലും ഒബ്സർവ് ചെയ്തു. ഇവ രണ്ട് ഒബ്സർവ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്താണ് അതിലൊരു വ്യത്യാസം കാണുന്നുണ്ട് ഇല്ലേ? എന്താണ് വ്യത്യാസം? അതെ, അതായത് രണ്ടിൻ്റെയും ന്യൂക്ലിയസിൻ്റെ വലിപ്പം അല്ലേ വ്യത്യാസമുണ്ട് അല്ലേ? ഏതിനാണ് വലിപ്പം, ന്യൂക്ലിയസിൻ്റെ വലിപ്പം ഏത് സെല്ലിലാണ് കൂടുതൽ? വൈറ്റ് കോർപ്പസലിലാണ് കൂടുതൽ. ചീക്ക് സെല്ലിലാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതുക. ഈസ് ദ ഷേപ്പ് ഓഫ് ദി സെൽസ് ഇൻ എ ഹ്യൂമൻ ബോഡി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ചീക്ക് സെൽ? അതായത് മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങളുടേത് പോലെയാണോ? നമ്മൾ എന്താ നേരത്തെ കണ്ടേ? നോ, അല്ല. blood cells, muscular cells, nerve cells, etc. are different in their structure and shape. അതായത് ബ്ലഡ് സെല്ല് ആയിക്കോട്ടെ, മസ്കുലാർ സെല്ല് ആയിക്കോട്ടെ, നെർവ് സെല്ല് ആയിക്കോട്ടെ, ഏത് സെല്ലെടുത്താലും അതിൻ്റെ സ്ട്രക്ചറിനും ഷേപ്പിനും വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാ സെല്ലുകളും ഒരുപോലെ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആൻ അനിമൽ സെൽ ആർ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് അനിമൽ സെല്ലിൻ്റെ? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. The important part of the cell which controls all the activities of the cell. അതായത് സെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും കേന്ദ്ര ഭാഗം ഏതാണ്? വിച്ച് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് സെൽ. അതായത് സെല്ലിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നിയന്ത്രിക്കുന്ന സെല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്ന സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം? യെസ്, ന്യൂക്ലിയസ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്, ന്യൂക്ലിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ ദ സെൽ ഈസ് എൻക്ലോസ്ഡ് ബൈ ദ സെൽ മെംബ്രെയിൻ. ദ ഫ്ലൂയിഡ് എൻക്ലോസ്ഡ് ബൈ ദ സെൽ മെംബ്രെയിൻ ഈസ് നോൺ ആസ് സൈറ്റോപ്ലാസം. ദ സെല്ലുലാർ കമ്പോണൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. Cellular component in the cytoplasm consisting of nucleus and vacuole, etc. These components are called cell organelles. Each organelle has its specific function. സൈറ്റോപ്ലാസത്തിൻ്റെ സെല്ലുലാർ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എഴുതാം, വാക്യൂളോ എഴുതാം. ഇവയ്ക്കാണ് സൈറ്റോപ്ലാസത്തിൻ്റെ സെല്ലുലാർ കമ്പോണൻസ്. ഈ സെല്ലുലാർ കമ്പോണൻസിനെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. ഓക്കെ, സെൽ ഓർഗനൽസ്. Each organelle has its specific function. ഓരോ ഓർഗനൽസിനും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും, സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ സെല്ലുലാർ കമ്പോണൻസ് ഏതൊക്കെയാണ്? സൈറ്റോപ്ലാസത്തിലെ ന്യൂക്ലിയസ്ഡ് വാക്യൂളോ അങ്ങനത്തെ പാർട്സുകളാണ് സെല്ലുലാർ കമ്പോണൻറ്റ്, സൈറ്റോപ്ലാസത്തിൻ്റെ സെല്ലുലാർ കമ്പോണൻസ്. ഈ സെല്ലുലാർ കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ് എന്ന്. ഈ ഓരോ ഓർഗനൽസിനും അതിൻ്റേതായ സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഡ്രോ ദ ഫോളോയിങ് ഡയഗ്രാം ഇൻ ദ സയൻസ് ഡയറി ആൻഡ് ലാബിൾ ദ പാർട്ട് ഓഫ് ദി സെൽ. ഏതൊക്കെയാണിത്? നമ്മൾ ആദ്യത്തെ വൈറ്റ് കോർപ്പസിലാണ്, നെക്സ്റ്റ് ചീക്ക് സെല്ലാണ്. അവ രണ്ടും നോട്ട് പുസ്തകത്തിൽ വരച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എഴുതുക, എല്ലാവരും അടയാളപ്പെടുത്തുക. ഏതൊക്കെയുണ്ട് ഭാഗങ്ങൾ? സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. ഏതിനാണ്? വൈറ്റ് കോർപ്പസലിൻ്റെ സെല്ലാണോ ചീക്ക് സെല്ലാണോ ന്യൂക്ലിയസ് വലുത്? വൈറ്റ് കോർപ്പസലിലെ ന്യൂക്ലിയസ് ആണ് ഏറ്റവും ബിഗ്ഗർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ എബവ് ഡയഗ്രാംസ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ വൈറ്റ് കോർപ്പസൽസ് ആൻഡ് ദ സെൽ ഓഫ് ദി ചീക്സ്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു കാര്യമാണ് അല്ലേ? എന്താണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഇവ തമ്മിലുള്ള ഡിഫറൻസസ്? എന്താണ് ഈ വൈറ്റ് കോർപ്പസലും ചീക്ക് സെല്ലും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് സിമിലാരിറ്റീസ്? രണ്ടിനും സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ഇതാണ് അതിൻ്റെ സിമിലാരിറ്റീസ്. എന്താണ് ഡിഫറൻസ്? ദ ന്യൂക്ലിയസ് ഓഫ് ദി വൈറ്റ് കോർപ്പസൽ ഈസ് ബിഗ്ഗർ ദാൻ ദാറ്റ് ഓഫ് ദി സെൽ ഓഫ് ദി ചീക്ക്. അതായത് വൈറ്റ് കോർപ്പസലിൻ്റെ ന്യൂക്ലിയസ് വളരെ വലുതായിരിക്കും എന്തിനെ അപേക്ഷിച്ച്? ചീക്ക് സെല്ലിനെ അപേക്ഷിച്ച്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആൻസർ ചെയ്ത് ഏതെങ്കിലും സിമിലാരിറ്റീസ് ചെയ്ത്. എന്താണ് സിമിലാരിറ്റീസ്? വൈറ്റ് കോർപ്പസൽസ് ആൻഡ് ദ സെൽ ഫ്രം ദ ചീക്ക് കണ്ടെയ്ൻസ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. എന്താണ് ഡിഫറൻസ്? ബട്ട് the nucleus of white corpuscles is bigger than that of the cell of the cheek. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലും ഇൻസൈഡ് ദ സെല്ലും. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ല് പഠിച്ചത്? ബ്ലഡ് സെൽസ് ഉണ്ട്, ബ്ലഡ് കോർപ്പസൽസ്, ദെൻ മസിൽ സെൽ, ദെൻ ന്യൂറോൺ, പിന്നെ ചീക്ക് സെൽ, പിന്നെ എപ്പിത്തീലിയൽ സെൽ ഓഫ് ചീക്ക്, അതന്നെ ചീക്ക് സെൽ. ഇവയ്ക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെല്ലുകൾ. ഇനി ഒരു സെല്ലിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി സെൽ മെംബ്രെയിൻ എന്താണ്? കവറിങ് ഓഫ് ദ സെൽ. എന്താണ് സൈറ്റോപ്ലാസം? ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ is known as cytoplasm. Then എന്താണ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് is the center of the cell. It controls all the activities of the cell. നെക്സ്റ്റ്, വൈറ്റ് കോർപ്പസലും ചീക്ക് സെല്ലും ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. അവ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് പഠിച്ചു, അവ തമ്മിലുള്ള ഡിഫറൻസസും എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ എല്ലാതും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.